രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം നടത്താൻ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിൽ പ്രതിഭാഗം നൽകിയ അപ്പീൽ ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കും. രാഹുലിന്റെ അറസ്റ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ വിവരങ്ങളുമായിട്ട് ചേരുകയാണ്. ഹരി, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെയൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് ശേഷം വലിയ പ്രതിഷേധമാണ് ഈ 2 ദിവസമായിട്ട് സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് വരെയുണ്ടായി. പോലീസുമായിട്ട് ചെറിയ സംഘർഷം, ജലപീരങ്കി വരെ ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ പ്രതിഷേധം പോയിട്ടുണ്ട്. ആദ്യം അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എപ്പോൾ അപ്പീൽ പരിഗണിക്കുമെന്നുള്ളത്. മറ്റൊന്ന്, ഈ പ്രതിഷേധം. ആദ്യം നമുക്ക് പ്രതിഷേധത്തിലേക്ക് വരാം. എന്താണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള സമര പരിപാടികൾ? ഫാരിഷ, ഗുഡ് മോർണിംഗ്. ഫാരിഷ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെയും അതിന്റെ പോഷക സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് ജയിലിനുള്ളിൽ കിടക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. അതൊരു പ്രതികാര നടപടിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നതിന്റെ പേരിൽ, നിരന്തരം സംസാരിക്കുന്നതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ രാഹുലിനെതിരെ അല്ലെങ്കിൽ രാഹുലിന്റെ വിഷയത്തിൽ കൃത്യമായ പ്രതിരോധം തീർക്കുക, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തുടനീളം, സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം കനപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇന്നലെ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രസ്താവനയിൽ കൂടിയും കെപിസിസി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണന് നൽകിയ നിർദ്ദേശത്തിലുമൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തുടനീളം വരുന്ന ദിവസങ്ങളിൽ കടുത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പല ജില്ലകളിലും അതുപോലെ തന്നെ പല സമയങ്ങളിലായി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ സമരജ്വാല എന്നുള്ള പേരിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഉള്ളത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം, അതുപോലെ പൊതുസമ്മേളനം എന്നിവ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ UDF യുവജന സംഘടനകൾ, നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം തന്നെ UDYF-ന്റെ ചെയർമാൻ കൂടിയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്ത് കിടക്കുമ്പോൾ UDYF-ന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ 15-ാം തീയതി വരെ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് UDYF തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇന്നലെ UDYF-ന്റെ കൺവീനർ കൂടിയായ PK ഫിറോസ് വ്യക്തമാക്കിയിരുന്നു. 15-ാം തീയതി UDYF-ന്റെ അടുത്ത യോഗം ചേരും. അതിലായിരിക്കും കൂടുതൽ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുക, ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇതിനെ ഒരു കൃത്യമായ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. തീർച്ചയായും രാഷ്ട്രീയമായിട്ട് നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഈ രാഹുലിന്റെ അപ്പീലിലേക്ക് വരികയാണെങ്കിൽ, ജാമ്യാപേക്ഷ തള്ളിയിരുന്നു, അതിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. എപ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയിൽ ഈ അപ്പീൽ വരിക? പിന്നെ അപ്പീലിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ഫാരിഷ, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അപ്പീൽ പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പീലിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ നേരത്തെ ഫാരിഷ ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ഉന്നയിക്കുന്നത് ക്രിമിനൽ നടപടിച്ചട്ടം, അതായത് CRPC 41A നോട്ടീസ് കസ്റ്റഡിയിലെടുക്കും മുമ്പ് രാഹുലിന് പോലീസ് നൽകിയിരുന്നില്ല. പക്ഷേ ഇത് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം 41A നോട്ടീസ് നൽകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് നൽകിയപ്പോൾ പ്രോസിക്യൂഷൻ അതിൽ പറഞ്ഞിരിക്കുന്നത് രാഹുലിന് നോട്ടീസ് നൽകിയ ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിലെ പ്രോസിക്യൂഷന്റെ വാദത്തിലെയും റിമാൻഡ് റിപ്പോർട്ടിലെയും കാര്യങ്ങളിലെ വൈരുദ്ധ്യം കാണിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും അപ്പീൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല 41A നോട്ടീസ് നൽകണം എന്നുള്ള ചട്ടം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാനമായിട്ടും. കൂടാതെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യം കൂടി അപ്പീലിൽ പറയുന്നുണ്ട്. മാത്രമല്ല രാഹുൽ നേതൃത്വം നൽകി, അതായത് മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകിയിട്ടാണ് പോലീസുകാർ ആക്രമിക്കപ്പെട്ടത് എന്നുള്ള ആരോപണം കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഇതായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഇത് വെളിവാക്കുന്ന ചില തെളിവുകൾ, ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണ്. നൽകിയിട്ടുള്ള ദൃശ്യങ്ങളിലും ഫോട്ടോകളിലും ഒന്നും തന്നെ രാഹുലിന്റെ കയ്യിൽ യാതൊരു തരത്തിലുള്ള ആയുധങ്ങളും, പ്രത്യേകിച്ച് അണികളുടെ കയ്യിൽ പട്ടികയുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഉന്നയിച്ച ആരോപണം. രാഹുലിന്റെ കയ്യിൽ ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലൊരു പട്ടികയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധമോ ഉണ്ടായിരുന്നില്ല. രാഹുൽ മുഴുവൻ സമയം
സമരത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് രാഹുലിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ രാഹുൽ അതിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ അപ്പീലിൽ പറയുന്ന കാര്യം. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ രാഹുലിനെതിരെ മറ്റു ചില കേസുകൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ പുലർച്ചെ 5:30യോടുകൂടി വീട്ടിനുള്ളിൽ കയറിക്കൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക എന്ത് ക്രിമിനൽ കുറ്റമാണ് രാഹുൽ ചെയ്തത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ചോദ്യം. അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല